ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ചെറിയ ബ്ലാക്ക്ബെറി സ്മൂത്തി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് എന്ത് വേണം? ബ്ലാക്ക്ബെറീസ് വേണം. ബ്ലാക്ക്ബെറീസിന് നമ്മൾ എവിടെ അന്വേഷിച്ച് പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ബ്ലാക്ക്ബെറീസ് ഉണ്ടായിട്ടുണ്ട്. ഈ കാണാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണ ബ്ലാക്ക്ബെറീസ്. ഇതിങ്ങനെ ചുമന്നതൊക്കെ ഇനി ബ്ലാക്ക് കളറാകുമ്പോൾ നമ്മൾ എടുത്ത് പറിച്ച് സ്മൂത്തി ഉണ്ടാക്കും. അല്ലെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം, കുറേ നാളങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലെ സ്മൂത്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും അധികം ബ്ലാക്ക്ബെറീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പഴുത്ത പഴം ഇതുപോലെ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഹണി വേണം, പിന്നെ ഐസ് ക്യൂബ്സ് വേണം. അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് നിറയെ പാലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലില്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതുപോലൊരു ബ്ലെൻഡിങ് ജാർ എടുക്കുക, അതിലേക്ക് അരിഞ്ഞ് വെച്ച പഴം ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബ്ലാക്ക്ബെറീസ് മസ്റ്റാണല്ലോ, അപ്പോൾ ബ്ലാക്ക്ബെറീസ് ഇട്ട് കൊടുക്കാം. പിന്നെ പീനട്ട് ബട്ടർ വേണമെങ്കിൽ ഇട്ടാൽ മതി, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം പീനട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ തേൻ ഇട്ട് കൊടുക്കുക. തേൻ ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഇനി തേനും പഞ്ചസാരയും വേണമെന്നൊന്നുമില്ല, ഇവിടെ പിള്ളേരുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തിരി മധുരം ആഡ് ചെയ്യണത്. അത് കഴിഞ്ഞ് നമ്മുടെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക, പിന്നെ പാലും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കറകറാന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇനി കട്ടി വേണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്, കൂടുതൽ പാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ട് അരിച്ചെടുത്തു. പിള്ളേർ ഇതിൽ കുരുവൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർ കുരു കഴിക്കാത്ത കാരണം ഞാൻ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, പാലും കൂടി ഒഴിച്ചിട്ട് അരിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡി.